എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ നമ്മൾ ഈ പണം എടുക്കായിരുന്നു. എന്നാണ് താങ്കൾ ഇപ്പോൾ വേദിയിൽ പറഞ്ഞത്. അതിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് തന്നെയാണോ താങ്കളുടെ നിലപാട്? അല്ലാതെ നമുക്ക് നമ്മുടെ നിയമപ്രകാരം അഥവാ നമുക്ക് അവരുടെ NEP ചില വിഷയങ്ങൾ ഇഷ്ടമായിട്ടില്ലെങ്കിൽ നമുക്ക് പൂർണ്ണ അവകാശത്തോട് പറയാൻ നമ്മൾ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി ഫോളോ ചെയ്യും. അതിൽ ഈ ഫെഡറൽ സിസ്റ്റമിൻ്റെ ഒരു ഗുണം നമുക്കുള്ളത് എഡ്യൂക്കേഷൻ മേഖല 2 കൺകറൻറ്റ് ടെസ്റ്റിലാണ്. അപ്പോൾ നമ്മൾ പറയാം ഞങ്ങളുടെ സ്കൂൾ സിസ്റ്റമാണ് ഞങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് പൂർണ്ണ അവകാശമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഓവറോൾ സ്കീം അംഗീകരിക്കുന്ന കാശ് തരും. ഈ കാശാണ് വേണ്ടത്. അത് നമ്മുടെ അവകാശമാണ്. നമ്മുടെ ടാക്സ് പേയേഴ്സ് കൊടുക്കുന്ന പണമാണ്. ഈ ആരുടെ പണമാണത്? നമ്മളുടെ സാധാരണ ആൾക്കാർ. അല്ല, ഞാനൊരു ഞാൻ പാർട്ടിയുടെ വാക്താവല്ല. എനിക്ക് പാർട്ടിയുടെ പേരിൽ സംസാരിക്കാൻ ഇതിൽ അവകാശമില്ല. എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ നമ്മൾ ഈ പണം എടുക്കായിരുന്നു. കാരണം നമ്മളുടെ സ്കൂളുകളെ നന്നാക്കാൻ നമ്മൾക്ക് ഈ പണത്തിൻ്റെ ആവശ്യമുണ്ട്. അതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ഈ സംസ്ഥാനത്തിന് അത്ര പണമില്ല. ഇഷ്ടം പോലെ പണം വേണ്ടെന്ന് പറയാനുള്ള സ്ഥിതിയല്ല നമ്മളുടെ. അതുകൊണ്ട് നമ്മൾ ഈ സംസ്ഥാനം നന്നാക്കാൻ, നമ്മുടെ സ്കൂളുകളെ നന്നാക്കാൻ, ഈ മഴ പെയ്യുമ്പോൾ വെള്ളം ക്ലാസ് റൂമിനകത്ത് കയറ്റാനുള്ള സ്ഥിതിയെ മാറ്റാൻ നമുക്ക് പണം എടുക്കായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കേന്ദ്രം പണം തരാതിരിക്കുന്നതിലൊരു പ്രശ്നത്തെക്കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? ഇതൊരു ഫെഡറൽ സിസ്റ്റമാണല്ലോ. കേന്ദ്രം നമ്മളുടെ അവകാശപ്രകാരം നമുക്ക് പൂർണ്ണമായി തരണം എന്നൊരു സംശയവുമില്ല. അത് ഓരോരോ കേസിൽ ഓരോരോ സ്ഥിതി എന്താണ്. ഞാൻ 1-2 തവണ നിർമ്മല സീതാരാമനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കേരള സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ MP മാരോടൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർമ്മല സീതാരാമനെ കണ്ട് ചോദിച്ചു. അവർ പറയുന്നത് ചില കാര്യത്തിൽ നമ്മുടെ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു അക്കൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായി ചിലവാക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊടുത്ത ശേഷമേ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് തരുള്ളൂ. അത് തരാൻ അവർ തയ്യാറല്ല എന്നല്ല വിഷയം. ചില കടലാസുകൾ ഈ സർക്കാർ കൊടുത്തിട്ടില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. അത് കൊടുത്ത ശേഷം കിട്ടണം. എനിക്ക് എല്ലാ ഡീറ്റെയിലും അറിയില്ല. ചില കാര്യങ്ങൾ എല്ലാറ്റിലും ഞാൻ എക്സ്പെർട്ടീസ് പറയുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് അവകാശമുള്ളത് നമുക്ക് കിട്ടണം കേന്ദ്രത്തിൽ നിന്ന്. അതാണ് കാരണം. അവസാനം നമ്മളെല്ലാവരും ഭാരതീയ പൗരന്മാരാണ്. നമ്മൾ ഭാരതീയ ടാക്സ് കൊടുക്കുന്നുണ്ട്. ആ ടാക്സ് പണമല്ലേ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നത്. അതിന് അവകാശം നമ്മൾ എടുക്കണം. ക്ലോസുകൾ വെച്ചിട്ടാണ് പറയുന്നത്. ആ ക്ലോസുകൾ കംപ്ലീറ്റ് ചെയ്താലേ നിങ്ങൾക്ക് പണം കിട്ടുമെന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള ക്ലോസുകൾ എന്താണ് തർക്കം എന്ന് മനസ്സിലാവണം. ഓരോരോ കേസ് പ്രകാരമായിരിക്കും നമ്മൾ ഇന്നൊരു തീസിസ് നടത്താനുള്ള സമയം. താങ്കൾ പറഞ്ഞു കോൺഗ്രസ് ആവശ്യമാണെന്ന് പറഞ്ഞു. അതെൻ്റെ ഞാൻ പറഞ്ഞു, സ്പഷ്ടമായിട്ട് പറഞ്ഞ എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. ഞാൻ കുറേ വർഷങ്ങളായി ഭാരതീയ രാഷ്ട്രീയത്തെക്കുറിച്ച് എഴുതുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കാണുന്നത് കൂടുതലൊരു പേഴ്സണലൈസേഷൻ്റെ പോളിറ്റിക്സ് സംഭവിച്ചിട്ടുണ്ട്. ഇത് എവിടെ പോയാലും ഏത് പാർട്ടിയുടെ അകത്തും ഒരു മുഖമാണ്. ആ മുഖത്തിൻ്റെ പേരിലാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ പോകുന്നത്. അത് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലോ, മമതാ ബാനർജി ബംഗാളിലോ, തേജസ്വി യാദവ് ബീഹാറിലോ, അല്ലെങ്കിൽ സ്റ്റാലിൻ കുടുംബം ഇപ്പോൾ തമിഴ്നാടിലോ, എല്ലാവർക്കും അറിയാം ജയിച്ചാൽ ആരാ ഭരിക്കാൻ പോകുന്നത്. അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തി ആവാം. നമുക്ക് അങ്ങനെ ഒരു ആവശ്യമില്ലയെന്ന്. പക്ഷേ ജനങ്ങളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ നമുക്ക് കുറച്ചുകൂടി ഒരു സ്പഷ്ടമായ ഒരു മെസ്സേജ് കൊടുക്കാൻ സാധിച്ചാൽ അത് നന്നായിരിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ അത് നേതൃത്വം തീരുമാനിക്കട്ടെ. ഇത് എൻ്റെ സ്ഥാനമല്ല തീരുമാനിക്കും.